നമ്മുടെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടി ടെലിഫോണിലുണ്ട്. പറയൂ മമ്മൂട്ടി, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എന്റെ പത്രപ്രവർത്തനത്തെക്കുറിച്ചും പത്രമാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? പറയൂ മമ്മൂട്ടി. പത്ര സ്വാതന്ത്ര്യം വായ പൊളിച്ച് കണ്ണു തുറച്ച് വസ്ത്രബന്ധമില്ലാതെ കിടക്കുന്ന ജഡമെടുത്ത് ന്യൂസ് ഡെസ്കിൽ മലർത്തി വെക്കാൻ അറപ്പില്ലാത്ത പത്ര സ്വാതന്ത്ര്യം. റൈറ്റ് ടു ഇൻവെസ്റ്റിഗേഷൻ. കൊണ്ടാടിയ ക്രിമിനലുകളുടെയും ഫ്രോഡുകളുടെയും കൂട്ടിക്കൊടുപ്പുകാരുടെയും കുമ്പസാർ ക്ലിപ്പിംഗ്സ്. റൈറ്റ് ടു ഇൻഫർമേഷൻ. നാലാംകിട വേശ്യാരത്നങ്ങൾ നോടടച്ച് അപരാധിച്ചതിന്റെ കഥന പീഡന കഥകൾ. ബൈറ്റ്സ്, ബ്രേക്കിംഗ് ന്യൂസ്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. അടുക്കളപ്പുറത്തും കിടപ്പറയിലും കുളിപ്പുരയിലും പിന്നെ അടിപ്പാവാടയുടെ അപ്പുറം വരെ അനുവാദമില്ലാതെ ചെന്ന് കയറുന്ന സ്റ്റിംഗ് ഓപ്പറേഷൻസ്, ഒളി ക്യാമറകൾ, ഒളി ഫോൺ. പത്രസ്വാതന്ത്ര്യം അവസാനിക്കുന്നത് അറ്റ് ദ ടിപ്പ് ഓഫ് ദ സിറ്റിസൺസ് നോസ്. പൗരാവകാശത്തിന്റെ മൂക്കിന്റെ തുമ്പത്ത്. അതിനപ്പുറത്തേക്ക് കടന്നു കയറുന്നത് എന്തും പത്രസ്വാതന്ത്ര്യമല്ല. അട്രോസിറ്റി. ജേർണലിസം അല്ല, ജിങ്കോയിസം. മാധ്യമധർമ്മമല്ല, മാധ്യമ ഭീകരത. മീഡിയ ടെററിസം. മാധ്യമ നരഭോജിത്വം. മീഡിയ കാനിബാലിസം. പത്രത്തിനും ചാനലിനും മാത്രമല്ല, എനിക്കും നിനക്കും ഏതു പൗരനും ഈ കാണുന്ന ജനങ്ങൾക്കെല്ലാവർക്കുമുണ്ട് അവകാശം. റൈറ്റ് അഗൻസ്റ്റ് ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ പ്രൈവസി. അവനവന്റെ സ്വകാര്യത കാത്തുരക്ഷിക്കാൻ അവകാശം. ഫണ്ടമെന്റൽ റൈറ്റ്. നിന്റെ പെങ്ങൾ, നിന്റെ ഭാര്യ, നിന്റെ ചോര, നിന്റെ മകൾ, നമ്മുടെ മറ്റേ വെക്കൂടാ നീ ഒളിക്യാമറ. ജീവിച്ചിരിക്കുന്നവനും ജഡത്തിനുമുണ്ട് അവകാശം. അനാദരവിനെതിരെ, ആൾക്കൂട്ടങ്ങൾക്ക് മുന്നിൽ തുറന്നു വെക്കപ്പെടുന്നതിനെതിരെ, അപമാനിക്കപ്പെടുന്നതിനെതിരെ. റൈറ്റ് അഗൻസ്റ്റ് ഇൻഡീസന്റ് എക്സ്പോഷർ. എഡിറ്റേഴ്സ് അവർ അവസാനിക്കുന്നു. നമസ്കാരം.